പടിഞ്ഞാറൻ സിറിയയിൽ അധികാരത്തിലേറിയ പുതിയ സർക്കാർ ഡമാസ്കസിൽ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. രാജ്യത്തെ കുർദുകളുമായുള്ള അപ്രതീക്ഷിത കരാർ വടക്കുകിഴക്കൻ മേഖലയിൽ പുതിയൊരു അധ്യായം അടയാളപ്പെടുത്തിയേക്കാം. എന്നാൽ മറ്റു പല രീതിയിലും കാര്യമായ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട്. എണ്ണ സമ്പന്നമായി ലഭിക്കുന്ന സിറിയയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് US പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സാണ്. പുതിയ സംസ്ഥാനവുമായി സിവിലിയൻ സൈനിക സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുന്നതിനുവേണ്ടി തിങ്കളാഴ്ച സർക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. കരാറിന്റെ വാർത്ത സിറിയയിലെ വിവിധ ഭാഗങ്ങളിൽ സ്വയമേവയുള്ള ആഘോഷങ്ങൾക്ക് തിരികൊളുത്തി. സിറിയയിൽ ദീർഘകാലമായി അരികുവൽക്കരിക്കപ്പെട്ട കുർദുകൾക്ക് കൂടുതൽ തുല്യത കൈവരിക്കുന്നതിനുള്ള വഴിയായി പലരും കരാറിനെ കാണുന്നു. കാരണം കുർദിഷ് ഘടകത്തെ പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ പൗരത്വവും ഭരണഘടനാ അവകാശങ്ങളുമുള്ള അവിഭാജ്യ ഘടകമായി അംഗീകരിക്കുന്നു. ഫോറിൻ പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോൺ റെസിഡന്റ് സീനിയർ ഫെലോ ആയ മുഹമ്മദ് എ സാലിഹ് കരാറിനെ സിറിയൻ കുർദിഷ് ജനതയുടെ സുപ്രധാന വികസനമായിട്ടാണ് വിശേഷിപ്പിച്ചത്. കുർദുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 1962 മുതൽ രാജ്യത്തെ പൗരത്വം നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൗരത്വം നൽകുകയും അഫ്രിൻ പോലുള്ള മേഖലകളിൽ നിന്ന് തുർക്കി അനുകൂല ഗ്രൂപ്പുകൾ കുടിയിറക്കിയവരുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. SDF കമാൻഡർ മസൂം അബ്ദിയും ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറയും ഒപ്പുവെച്ച കരാറിൽ മതപരമോ വംശീയമോ ആയ പശ്ചാത്തലം പരിഗണിക്കാതെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങളിൽ പങ്കെടുക്കാനുള്ള എല്ലാ സിറിയക്കാർക്കും അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഘടകങ്ങളും ഉൾക്കൊണ്ട് അയൽരാജ്യങ്ങളുമായി നല്ലൊരു ബന്ധം ഉറപ്പാക്കി ഒരു പുതിയ സിറിയ കെട്ടിപ്പടുക്കുന്നതിനുള്ള യഥാർത്ഥ അവസരമാണ് ഈ കരാറെന്ന് അബ്ദി പറഞ്ഞു. തുർക്കി പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമിയുടെ മുൻ കമാൻഡറായ മുസ്തഫ സെജാരി സിറിയൻ മേഖലയുടെ ഐക്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ചരിത്രപരമായ നേട്ടമെന്നാണ് കരാറിനെ വിശേഷിപ്പിച്ചത്. കരാർ പ്രകാരം അതിർത്തി കടന്നുള്ള സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, എണ്ണ വാതകപ്പാടങ്ങൾ എന്നിവയുൾപ്പെടെ SDFന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും സംസ്ഥാന സ്ഥാപനങ്ങളിൽ സംയോജിപ്പിക്കും. 2024 ഡിസംബർ അവസാനം ബഷർ അൽ അസദിനെ അട്ടിമറിച്ചതിനു ശേഷം കുർദുകൾ ഖമിഷ്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നെങ്കിലും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. കുടിയിറക്കപ്പെട്ട സിറിയക്കാരുടെ തിരിച്ചുവരവും സംരക്ഷണവും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. തീവ്രവാദത്തെയും സിറിയയിലേക്കുള്ള സുരക്ഷാ ഭീഷണികളെയും ചെറുക്കാനുള്ള ശ്രമങ്ങളെയാണ് അവർ പിന്തുണയ്ക്കുകയും വിഭജനവും വിദ്വേഷപ്രസംഗവും നിരസിക്കുകയും ചെയ്യുന്നത്. 2018 തുർക്കി പിന്തുണയുള്ള സിറിയൻ വിമതർ അഫ്രിനിൽ ആയിരക്കണക്കിന് കുർദുകളെ നാടുകടത്തിയതിനാൽ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് കുർദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക പ്രശ്നമാണ്. പുതിയ ഒരു സിറിയ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാന ഘട്ടമാണ് ഈ കരാർ. എല്ലാ സിറിയൻ ഘടകങ്ങളുടെയും അവകാശങ്ങളെ ബഹുമാനിക്കുന്ന ജനാധിപത്യപരവും ബഹുസ്വരവുമായ രാഷ്ട്രം സ്ഥാപിക്കാൻ ഇതിലൂടെ ശ്രമിക്കുകയാണ് ലക്ഷ്യമെന്ന് SDFന്റെ രാഷ്ട്രീയ വിഭാഗമായ സിറിയൻ ഡെമോക്രാറ്റിക് കൗൺസിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. US മധ്യസ്ഥതയിൽ മാസങ്ങൾ നീണ്ട ചർച്ചകളുടെ ഫലമാണ് കരാർ. 2024 ഡിസംബർ 30 അസദിന്റെ പതനത്തിന് ശേഷം US സൗകര്യമൊരുക്കിയ ഒരു യോഗത്തിൽ SDFന്റെ അബ്ദി അന്ന് ആദ്യമായിട്ടായിരുന്നു ഷാരെ ഡമാസ്കസിൽ വെച്ച് കണ്ടത്. ഇതിനെല്ലാം ശേഷം കാര്യങ്ങളൊരു കരാർ വരെ എത്തുന്നതിന് 2 മാസത്തിലധികം സമയമെടുത്തു. കരാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ജനറൽ മൈക്കൽ എറിക്കും SDFൽ സന്ദർശനം കിട്ടി. സിറിയയിൽ യഥാർത്ഥ സമാധാനത്തിനുള്ള ഏക മാർഗമായി ഈ കരാർ US വിശ്വസിക്കുന്നുവെന്ന് ഞാൻ സംശയിക്കുകയാണ്. കൂടാതെ വടക്കുകിഴക്കൻ മേഖലയിലെ നേതാക്കൾ മതപരമായും വംശീയമായും വൈവിധ്യമാർന്ന ഒരു ജനതയെ ഭരിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം സെക്രട്ടേറിയറ്റിന്റെ പ്രസിഡന്റും US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിന്റെ മുൻ ചെയർമാനുമായ നദീൻ മെയ്ൻസ പറഞ്ഞു. ഒരു കരാർ ആസന്നമാണെന്നതിന്റെ ആദ്യ സൂചനകൾ ഫെബ്രുവരി 18 പ്രസിഡന്റായി ഷാരയെ നിയമിച്ചതിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് SDFും കുർദിഷ് നേതൃത്വത്തിലുള്ള സ്വയംഭരണ ഭരണകൂടവും നടത്തിയ പ്രസ്താവനയാണ്. ഇത് അംഗീകാരത്തിന്റെ ആദ്യ സൂചനയുമാണ്. വടക്കുകിഴക്കൻ സിറിയ സന്ദർശിക്കാനും അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. വിഭവങ്ങളാൽ സമ്പന്നമായ ഗണ്യമായ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന SDF ഒരു പ്രധാന കളിക്കാരനാണെന്നതിനാൽ സിറിയൻ രാഷ്ട്രത്തെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഗണ്യമായ പുരോഗതിയെ ഇത് അടയാളപ്പെടുത്തുന്നു, സിറിയൻ രാഷ്ട്രീയ വിദഗ്ധൻ മുഹമ്മദ് ഇബ്രാഹിം പറഞ്ഞു. എന്നിരുന്നാലും ഈ വിശാലമായ കരാറിനെ ഇരു കക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന പ്രായോഗികമായ നടപടികളാക്കി മാറ്റുന്നത് ദീർഘവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു യാത്രയായിരിക്കും, പ്രത്യേകിച്ച് സിറിയയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ.